നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നന്ദിക്കരയിൽ തുണിക്കടയുടെ മറവിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് വഴിയോരത്ത് കിടന്ന പിക്കപ്പിലേക്ക് കാർ ഇടിച്ചു കയറി വീണ്ടും അപകടം. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. യുവാവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കൊരട്ടിയിൽ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപകമായ നാശം. വീടുകൾക്കും കാറിനു മുകളിലേക്കും മരം വീണു. പലയിടത്തും നാശനഷ്ടമുണ്ടായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനവും പറപ്പൂക്കര സ്ക്വാഡ് രൂപീകരണവും നടത്തി. ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 7 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ഡയപ്പറും നാപ്കിനും ഉയർത്തുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് ആരംഭിക്കുന്നു. ബി.ജെ.പി. നെന്മണിക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി. വിശദമായ വാർത്തയിലേക്ക്. നന്ദിക്കരയിൽ തുണിക്കടയുടെ മറവിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. നന്ദിക്കര തൈവളപ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള മഹേഷാണ് അറസ്റ്റിലായത്. പ്രതിയുടെ വീട്ടിലും തുണിക്കടയിലും നടത്തിയ പരിശോധനയിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് 1 മാസമായി ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. നന്ദിക്കര പെട്രോൾ പമ്പിന് സമീപം ബൈക്കിലെത്തി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് ഇയാൾ അറസ്റ്റിലായത്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം മഹേഷിന്റെ തുണിക്കടയിലും വീട്ടിലും നടത്തിയ പരിശോധനയിൽ കഞ്ചാവും 1 ചാക്കിൽ സൂക്ഷിച്ചിരുന്ന ഹാൻസും പിടികൂടി. പുതുക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ വി സജീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ നിതീഷ്, ഷിനോജ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് എസ്ഐമാരായ വി ജി സ്റ്റീഫൻ, റോയ് പൗലോസ്, PM മൂസ, ASI VU സിൽജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ AU റെജി, ഷിജോ തോമസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് വഴിയോരത്ത് കിടന്ന പിക്കപ്പിലേക്ക് കാർ ഇടിച്ചു കയറി വീണ്ടും അപകടം. 2 പേർക്ക് പരിക്കേറ്റു. തൊടുപുഴ സ്വദേശികളായ രാജി, ഇർഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പൂങ്ങോട് കോറിക്ക് സമീപമായിരുന്നു അപകടം. വരവൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇന്നലെ അപകടത്തിൽപ്പെട്ട റോഡരികിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പിൽ ഇടിച്ച് കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. നാട്ടുകാരും വടക്കാഞ്ചേരി 108 ആംബുലൻസ് ജീവനക്കാരും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ഇന്നലെ ഇതേ സ്ഥലത്ത് പിക്കപ്പും ഓട്ടോയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റിരുന്നു. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. മുരുക്കുങ്ങൽ സ്വദേശി കേളംപടിക്കൽ ഹനീഫിന്റെ ഭാര്യ 52 വയസ്സുള്ള റെജീനയ്ക്കാണ് പരിക്കേറ്റത്. കൈക്കും കാലിനും പരിക്കേറ്റ റെജീനയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ ഹാരിസൺ തോട്ടത്തിലാണ് സംഭവം. ടാപ്പിംഗ് ചെയ്യുന്നതിനിടെ ആനക്കൂട്ടം വരുന്നത് കണ്ട് ഭയന്നോടുന്നതിനിടെ വീണാണ് റെജീനയ്ക്ക് പരിക്കേറ്റത്. തലനാരിഴയ്ക്കാണ് ഇവർ ആനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മറ്റു തൊഴിലാളികൾ ചേർന്ന് ഒച്ചവെച്ച് ആനക്കൂട്ടത്തെ അകറ്റിയ ശേഷമാണ് റെജീനയെ രക്ഷപ്പെടുത്തിയത്. ആഴ്ചകളായി ഈ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ്. തോട്ടങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ ഭയന്നാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. നിരവധി തവണ വനപാലകർക്കും തോട്ടം മാനേജ്മെന്റിനും പരാതി നൽകിയിട്ടും ആനകളെ കാടുകയറ്റാൻ അധികൃതർ യാതൊരു നടപടിയും എടുത്തില്ലെന്ന ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം കുണ്ടായിയിൽ ആനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചിരുന്നു. കാട്ടാന ആക്രമണം പതിവായ മേഖലയിൽ തൊഴിലാളികൾക്ക് സുരക്ഷയൊരുക്കാൻ വനപാലകർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. യുവാവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ.
കാട്ടൂർ ഇല്ലിക്കാട് ഒറ്റാലി വീട്ടിൽ കിരൺ, ഇല്ലിക്കാട് പുളിന്തര വീട്ടിൽ വിപിൻ, കാട്ടൂർ വേത്തോടി വീട്ടിൽ ഗോകുൽ എന്നിവരാണ് അറസ്റ്റിലായത്. മാർച്ച് 11-ന് കാട്ടൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ പിടിച്ചുമാറ്റാൻ ചെന്ന നരിക്കുഴി സ്വദേശി എടക്കാട്ട് പറമ്പിൽ വീട്ടിൽ സജിത്തിനെയാണ് 3 പേരും ചേർന്ന് ആക്രമിച്ചത്. തലയ്ക്കും മുഖത്തും പരിക്കേറ്റ സജിത്ത് ചികിത്സയിലാണ്. സംഭവശേഷം ഒളിവിൽ പോയ പ്രതികളെ മാഹിയിൽ നിന്നാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാട്ടൂർ SHO ER ബൈജു, SI C സനത്, SIമാരായ ബാബു ജോർജ്, നൌഷാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ഷൌക്കർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കിരൺ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസുകളിലും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പ് കേസിലും പ്രതിയാണ്. വിപിൻ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലെ പ്രതിയാണ്. കൊരട്ടിയിൽ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപകമായ നാശം. വീടുകൾക്കും കാറിനു മുകളിലേക്കും മരം വീണു. പലയിടത്തും നാശനഷ്ടമുണ്ടായി. ഗീതാഞ്ജലി റോഡരികിൽ നിന്നിരുന്ന മാവും ജാതിയും വീണ് വൈദ്യുതി ലൈനുകൾ പൊട്ടി. വൈദ്യുതി തൂണുകളിൽ ഇരുമ്പ് തൂണിൽ ബന്ധിപ്പിച്ചിരുന്ന ഭാഗം പൂർണ്ണമായും താഴേക്ക് പതിക്കുകയായിരുന്നു. JTS ജംഗ്ഷന് സമീപം തെങ്ങനാൽ മോഹനന്റെ വീടിന് മുകളിലേക്ക് മരം വീണ് മേൽക്കൂര തകർന്നു. സിനിമ മേക്കപ്പ് മാൻ പള്ളിപ്പറമ്പിൽ സജിയുടെ കാറിന് മുകളിലേക്ക് മരം വീണ് കാറിന് കേടുപാടുണ്ടായി. സ്നേഹനഗറിൽ ദീന സാബുവിന്റെ വീടിന് മുകളിലേക്കും മരം വീണു. കപ്പ, ജാതി, വാഴ കൃഷികൾക്കും നാശം സംഭവിച്ചു. തിരുമുടിക്കുന്നിൽ അച്ചിനമ്പാടൻ തോമസിന്റെ വീട്, തെക്കിനിയത്ത് പൗലോസ്, ഗാന്ധിനഗറിൽ അയ്യപ്പൻ എന്നിവരുടെ വീടുകൾ മരങ്ങൾ വീണ് ഭാഗികമായി തകർന്നു. കൊരട്ടി കൊലയിടം ഐനിക്കൽ വർഗീസ് ജോർജിന്റെ കൃഷിക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ ഷെഡിന്റെ മുകളിലേക്ക് തെങ്ങ് വീണ് നാശനഷ്ടമുണ്ടായി. ചിറക്കൽ വർഗീസ് ആനിസിന്റെ 87ഓളം ചാക്ക് നെല്ലും വൈക്കോലും വെള്ളം കയറി നശിച്ചുപോയി. മരം വീണ് തകർന്ന പല വീടുകളും നിർധന കുടുംബങ്ങളുടേതാണെന്നും നാശം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നും നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലിജോ ജോസ്, പോൾ സി ജിയോ എന്നിവർ ആവശ്യപ്പെട്ടു. ഇന്നലെ 4 മണിയായപ്പോൾ മഴ പെയ്തു. നെല്ല് വൈക്കോലും കയറ്റാൻ പറ്റിയില്ല. കൊയ്തതൊക്കെ വെള്ളത്തിലായി. നെല്ല് 80-87 ചാക്ക് നെല്ല് വെള്ളത്തിലായി. അത് ഇപ്പോൾ ഭായിമാരെ നിർത്തി ഉണക്കാണ്. ഇവർ കാന റോട്ടിൽ കെട്ടിയിട്ടിട്ട് റോട്ടിൽ കൂടെ ഇന്ന് വെള്ളം പോകണം. കാനക്കൂടല്ല വെള്ളം പോകണം. കാശ് ചിലവാക്കിയത് അതങ്ങനെ. പാടത്ത് കർഷകർക്ക് യാതൊരു വക നിവൃത്തിയില്ലാത്ത രീതിയിൽ വെള്ളം കെട്ട് സംഭവിച്ചിരിക്കണം. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്താം. അത്രേ പറയാനുള്ളൂ. ഉണ്ടായ അതിശക്തമായ കാറ്റും മഴയത്തും എൻ്റെ പറമ്പിൽ നിന്ന് തെങ്ങ് കാർഷിക ആവശ്യത്തിനായിട്ട് വെച്ചിരിക്കുന്ന മോട്ടറിൻ്റെ ഷെഡിൽ വീണ് ആ ഷെഡ് തകർന്നു. അതിൻ്റെ വാർക്ക പൊട്ടി. വേറെ മറ്റു അപകടങ്ങളിലേക്ക് എത്തിയില്ല. തിരിച്ച് ഇങ്ങോട്ടാണ് വീണെന്നുണ്ടെങ്കിൽ വീടിന്മേലേക്ക് വീണേനെ. ഭാഗ്യത്തിന് അതിലേക്ക് വീഴാണ്ട് പക്ഷേ മോട്ടോർ ഷെഡ് തകർന്ന് അതിൻ്റെ വാർക്ക പൊട്ടി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനവും പറപ്പൂക്കര സ്ക്വാഡ് രൂപീകരണവും നടത്തി. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്ന 2ാമത്തെ പഞ്ചായത്താണ് പറപ്പൂക്കര. മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏവർക്കും മാതൃകയാണെന്ന് കളക്ടർ അഭിപ്രായപ്പെട്ടു. ക്ലീൻ ആൻഡ് വിൻ, മേക്ക് ദി ബ്യൂട്ടി സ്പോട്ട്, തേർഡ് ഐ, ഹരിത അവാർഡ് നൽകൽ തുടങ്ങിയവ വിജയകരമായി നടപ്പാക്കിയ പഞ്ചായത്തിനെ കളക്ടർ അഭിനന്ദിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി G സബിത സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. മാലിന്യത്തിനും ലഹരിക്കും എതിരായും വിജ്ഞാന കേരളം പദ്ധതിയുടെ വിജയത്തിനുമായും 40 വയസ്സിന് താഴെയുള്ളവരുടെ സേനയായ പറപ്പൂക്കര സ്ക്വാഡ് രൂപീകരണവും നടത്തിയതായി കളക്ടർ പ്രഖ്യാപിച്ചു. നവകേരളം കർമ്മ പദ്ധതി 2 ജില്ലാ കോർഡിനേറ്റർ ദിദിക C ശുചിത്വ പ്രതിജ്ഞ ചൊല്ലി. മാലിന്യമുക്തം നവകേരളം ആശയത്തിന്റെ ഭാഗമായി പറപ്പൂക്കര പഞ്ചായത്തിലെ ക്ലീൻ ആൻഡ് വിൻ പദ്ധതിയുടെ ഭാഗമായി വീടും പൊതുസ്ഥലവും വൃത്തിയാക്കി പഞ്ചായത്തിനൊപ്പം മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ 3 പേർക്ക് അവാർഡ് ദാനവും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. നമ്മൾ ഒരു വീടും പരിസരവും നമ്മൾ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാറുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ വീടിൻ്റെ പുറകെ ഇറങ്ങിയിട്ട് റോഡാണോ എന്താണോ അതും കൂടെ നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ട ഓരോരുത്തരുടെ കടമ കൂടിയാണ് അത്.
ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 7 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 4 ലക്ഷം രൂപയാണ് നഗരസഭ ലാപ്ടോപ്പിനായി വകയിരുത്തിയത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് 4 ലക്ഷം രൂപയും ബിരുദ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി 10,25,000 രൂപയും 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ഫർണിച്ചർ നൽകുന്നതിന് 2 ലക്ഷം രൂപയും ഈ വർഷം നഗരസഭ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കൾക്ക് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പരിശീലനം നൽകുന്നതിന് 5 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. പട്ടികജാതി കലാകാരന്മാരുടെ ഗ്രൂപ്പിന് വാദ്യോപകരണങ്ങൾ നൽകുന്നതിന് 3,36,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ലാപ്ടോപ്പുകളുടെ വിതരണം ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ഇ ശ്രീദേവി അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ബിജു ടി ചിറയത്ത്, പ്രീതി ബാബു, ദിബു ദിനേശ്, ആനി പോൾ, എം അനിൽകുമാർ, LDF ലീഡർ CS സുരേഷ്, മുൻ ചെയർമാൻമാരായ VO പൈലപ്പൻ, എബി ജോർജ്, ആലിസ് ഷിബു, വർക്കിംഗ് ഗ്രൂപ്പ് ചെയർപേഴ്സൺ ജിതി രാജൻ, സെക്രട്ടറി പ്രമോദ് കെ എന്നിവർ പ്രസംഗിച്ചു. ഡയപ്പറും നാപ്കിനും ഉയർത്തുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് ആരംഭിക്കുന്നു. 2024-25 വാർഷിക പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്ത പദ്ധതിയായി 24 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡയപ്പർ ഡിസ്ട്രോയർ യന്ത്രനിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. പ്രസ്തുത പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനത്തെ 2ാമത്തെ പഞ്ചായത്താണ് കൊരട്ടി പഞ്ചായത്ത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിൽ എപ്പോഴും ജനങ്ങൾ ഉന്നയിക്കുന്ന മാലിന്യ പ്രശ്നമാണ് ഡയപ്പർ നാപ്കിൻ ഡിസ്ട്രോയർ യന്ത്രസ്ഥാപനത്തിലൂടെ സാധ്യമാകുന്നത്. കിടപ്പ് രോഗികളും പ്രായാധിക്യമുള്ള കുടുംബാംഗങ്ങളുമുള്ള കുടുംബങ്ങളുടെ വലിയ പ്രശ്നങ്ങൾക്ക് ഈ സ്ഥാപനത്തിന്റെ വരവോടെ പരിഹാരമാകുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയുള്ള റെയ്ഡ്കോ ആണ് നിർവഹണ ഏജൻസി. ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത KA, പഞ്ചായത്ത് അംഗങ്ങളായ PS സുമേഷ്, വർഗീസ് പയ്യപ്പിള്ളി, PG സത്യപാലൻ, GC പോൾ, ഷിമ സുദീൻ, ജെയ്നി ജോഷി, MJ ഫ്രാൻസിസ്, രമ്യ MR എന്നിവർ പ്രസംഗിച്ചു. 1 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. BJP നെന്മണിക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, പാവപ്പെട്ട ജനങ്ങളുടെ ആനുകൂല്യങ്ങൾ അർഹരായവർക്ക് രാഷ്ട്രീയത്തിനതീതമായി വിതരണം ചെയ്യുക, ലഹരി മാഫിയയെ അടിച്ചമർത്തുക, മണലിപ്പുഴയിലെ മാലിന്യത്തിന് അറുതി വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച്. മാർച്ച് BJP മുൻ ജില്ലാ സമിതി അംഗം രാജീവ് കണ്ണാറ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാധരൻ കോപ്പാട്ടിൽ അധ്യക്ഷത വഹിച്ചു. BJP മുൻ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് ആശംസകൾ നേർന്നു. രാജേഷ് മാളാത്ത് സ്വാഗതവും നിവേഷ് സുധാകരൻ നന്ദിയും പറഞ്ഞു. നേതാക്കളായ മണികണ്ഠൻ കുന്നപ്പിള്ളി, രാമൻകുട്ടി കരുമാലി, അനൂപ് അരവിന്ദ്, ഹരിദാസ് KK, സുരേഷ് KC, ജോയ് കുന്നിശ്ശേരി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ആ രാഷ്ട്രീയ കലർപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ഭരണസമിതി പ്രാദേശികമായിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 40 രൂപ കൂടി ഗ്രാമിന് 8,250 രൂപ, പവന് 66,000 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നന്ദിക്കരയിൽ തുണിക്കടയുടെ മറവിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് വഴിയോരത്ത് കിടന്ന പിക്കപ്പിലേക്ക് കാർ ഇടിച്ചു കയറി വീണ്ടും അപകടം.
പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. യുവാവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കൊരട്ടിയിൽ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപകമായ നാശം. വീടുകൾക്കും കാറിനു മുകളിലേക്കും മരം വീണു. പലയിടത്തും നാശനഷ്ടമുണ്ടായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനവും പറപ്പൂക്കര സ്ക്വാഡ് രൂപീകരണവും നടത്തി. ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 7 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ഡയപ്പറും നാപ്കിനും ഉയർത്തുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് ആരംഭിക്കുന്നു. BJP നെന്മണിക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.